ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേർപാടുകൾ നമ്മെ സന്തോഷിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നത് ആ വ്യക്തിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം നോക്കിയിട്ടാണ്, നമ്മുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ സ്ഥാനം നോക്കിയിട്ടാണ്. നമുക്ക് വളരെ അടുപ്പവും സ്നേഹവും സൗഹൃദവുമുള്ള ഒരാളുടെ വേർപാട് നമ്മെ വളരെ വേദനിപ്പിച്ചേക്കാം. എന്നാൽ യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണം നേരിൽ കാണുന്ന ശിഷ്യന്മാർ കരയുന്നതിന് പകരം സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണം ശിഷ്യന്മാരെ സന്തോഷിപ്പിക്കുവാൻ, ആനന്ദിപ്പിക്കുവാൻ കാരണമെന്താണ്? യേശു എവിടേക്കാണ് പോകുന്നത് എന്ന് അവർ കണ്ടു. അതായത് സ്വർഗത്തിൻ്റെ ഒരു ദർശനം അവർക്ക് ലഭിച്ചു. അസുലഭവും അവർണ്ണനീയവും ആനന്ദപൂർണവും അനുഗ്രഹദായകവുമായ ആ സ്വർഗ സൗഭാഗ്യത്തിലേക്കാണ് അവരും പോകാനിരിക്കുന്നത് എന്ന സത്യം അറിഞ്ഞപ്പോഴാണ് അവർ ആനന്ദിച്ചത്. മനുഷ്യൻ എവിടെ നിന്നാണ് വരുന്നത് എന്ന ചോദ്യത്തിന് ശാസ്ത്രവും ചരിത്രവും വിശ്വസനീയമായ രീതിയിൽ ഉത്തരങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ എവിടേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ കൃത്യവും വ്യക്തവുമായ ഉത്തരം കിട്ടിയാൽ നമ്മുടെ ജീവിതം മാറ്റിമറിക്കപ്പെടും, നവീകരിക്കപ്പെടും. എത്തേണ്ട സ്ഥലത്തെ ലക്ഷ്യമാക്കി, അതായത് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നമ്മൾ വ്യക്തമായി കേന്ദ്രീകരിക്കുക, അത് മാത്രമാണ് ചെയ്യേണ്ടത്. യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണം നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രതീക്ഷയും ആനന്ദവും എന്നത് ഈ ലോക ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് യേശുവാണെങ്കിൽ എവിടെയാണ് എത്തിച്ചേരുക എന്ന കാര്യത്തിൽ നമുക്ക് എപ്പോഴും ശക്തമായ ഉറപ്പുണ്ടായിരിക്കുമെന്നതാണ്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. യേശു നൽകിയ ഈ ഉറപ്പ് അവർ ഓർത്തതുകൊണ്ടാണ് അവർ എപ്പോഴും ആനന്ദിച്ചത്. വാസ്തവത്തിൽ യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് അവരെ വേദനിപ്പിക്കുവാൻ എല്ലാ സാധ്യതയുമുള്ളതാണ്. യേശു തൻ്റെ വേർപാടിനെക്കുറിച്ച് നേരത്തെയും ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം അവരുടെ ഹൃദയം ദുഃഖപൂരിതമായിരുന്നു. എന്ന് മാത്രമല്ല, ഉദ്ധിതനായ യേശു അവരുടെ മുമ്പിൽ വന്ന് നിന്ന ഏറ്റവും സന്തോഷകരമായ ആ അവസ്ഥയിൽ പോലും അവർ ഭയന്ന് വിറയ്ക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് സമാധാനം എന്ന് അരുളി ചെയ്ത് അവരുടെ മുമ്പിൽ നിന്നിട്ടും ഭൂതത്തെയാണ് കാണുന്നത് എന്ന് വിചാരിച്ച് അവർ അസ്വസ്ഥരാകുന്നു. അവരുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നു. വാസ്തവത്തിൽ ഉയർപ്പ് അത്ര വലിയ ആനന്ദമൊന്നും ശിഷ്യന്മാർക്ക് നൽകുന്നതായി വേദപുസ്തകം പറയുന്നില്ല. എന്നാൽ സകല പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന അവസ്ഥയിൽ കർത്താവ് സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അവർ കൂടുതൽ അസ്വസ്ഥരാവുകയാണ് വേണ്ടിയിരുന്നത്. എന്നാൽ സംഭവിക്കുന്നത് അവർ അത്യന്തം ആനന്ദത്തോടെ അവർ ജീവിച്ചു, അവർ മടങ്ങിപ്പോയി എന്നതാണ്. അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. കർത്താവ് എവിടേക്കാണ് പോകുന്നത് എന്ന് അവർ കണ്ടു. സ്വർഗത്തിൻ്റെ ദർശനം അവർക്ക് ലഭിച്ചു. ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണത്തിൽ 3 ശിഷ്യന്മാർക്ക് ഭാഗികമായ ഈ ദർശനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവർ പറയുന്നുമുണ്ട്, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണെന്ന്. സ്വർഗാരോഹണ വേളയിൽ സ്വർഗീയ ദർശനം ഉറപ്പായിട്ടും അവർക്ക് ലഭിച്ചിരിക്കണം. ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും എന്ന ക്രിസ്തുവിൻ്റെ വാഗ്ദാനം അവർ തിരിച്ചറിഞ്ഞു. എന്നാൽ ഇപ്പോഴല്ല, മറിച്ച് അവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ദൈവം തീരുമാനിക്കുന്ന സമയത്ത് അവിടെ എത്തുവാൻ അവർക്ക് കഴിയും. ആ ദൗത്യം എന്താണ്? പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. അപ്പോൾ ക്രിസ്തുവിന് യഥാർത്ഥമായ സാക്ഷ്യം വഹിക്കുമ്പോൾ മാത്രമേ സ്വർഗീയ ഭവനത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ സ്വർഗീയ ദർശനം അവർക്ക് ലഭിച്ചു. അവിടേക്ക് പ്രവേശിക്കുവാൻ എന്ത് ത്യാഗവും അനുഷ്ഠിക്കുവാൻ അവർ സന്നദ്ധരായിരുന്നു. അതുകൊണ്ടാണ് അവർ അത്യന്തം ആനന്ദത്തോടെ സദാസമയവും പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടിയത്. പിന്നീടും സ്വർഗീയ ദർശനം ക്രിസ്തു നൽകുന്നുണ്ട്. വെളിപാട് പുസ്തകം മുഴുവനും യോഹന്നാന് ലഭിച്ച സ്വർഗീയ ദർശനങ്ങളാണല്ലോ. വിശുദ്ധരുടെ ജീവചരിത്രങ്ങളിലൊക്കെ അവർക്ക് സ്വർഗീയ ദർശനം ലഭിച്ചതായി കൃത്യമായി പരാമർശങ്ങളുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹായ്ക്ക് വ്യക്തിപരമായി ഈ ദർശനം ക്രിസ്തു നൽകുന്നതായി അദ്ദേഹം തന്നെ എഴുതുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കൈവന്നിരിക്കുന്ന മഹത്വത്തോട്
തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ സങ്കടങ്ങൾ എത്ര നിസ്സാരങ്ങൾ എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് പൗലോസ് പറയുന്നതും ഈ അനുഭവത്തിൽ നിന്നാണ്. എന്നാൽ കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് വിശുദ്ധ തോമാസ് ശ്ലീഹായോട് യേശു പറയുന്നത് നമുക്കെല്ലാവർക്കും വേണ്ടിയാണ്. നിത്യമായ സ്വർഗീയ ജീവിതത്തെ ലക്ഷ്യമാക്കി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യവും കർത്തവ്യങ്ങളും അനുദിനം വിശുദ്ധിയോടെ വിശ്വസ്തയോടെ പൂർത്തിയാക്കി ജീവിക്കുക. സ്വർഗാരോഹണ തിരുനാൾ പന്തോക്കോസ്തായ്ക്ക് വേണ്ടി നമ്മെ കൃത്യമായി ഒരുക്കുന്നുമുണ്ട്. നേരത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് യേശു പറയുന്നു. എന്നാൽ അത് എപ്പോഴാണെന്ന് കൃത്യം പറയുന്നുമില്ല. അതുകൊണ്ടാണ് സ്വർഗാരോഹണ സമയത്ത് ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവനെന്ന് യേശു കൃത്യമായി പറയും. 10-ാം ദിവസം അത് സംഭവിക്കുന്നു. തിരുസഭയുടെ സ്ഥാപനമാകുന്നു. സ്വർഗീയ ജീവിതത്തിലേക്ക് തിരുസഭയോടൊപ്പം തീർത്ഥാടന യാത്ര ആരംഭിക്കുന്നു. കർത്താവിൻ്റെ 2ാമത്തെ ആഗമനം വരെ അത് തുടരുകയും ചെയ്യുന്നു. മാത്രമല്ല, സ്വർഗാരോഹണ ശേഷം സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പന്തോക്കോസ്താ വരെ പരിശുദ്ധ അമ്മ ശിഷ്യർക്ക് നൽകുന്ന നേതൃത്വമാണ്. പന്തോക്കോസ്തായ്ക്ക് അവരെ ഒരുക്കുന്നത് വാസ്തവത്തിൽ പരിശുദ്ധ കന്യകാമറിയമാണ്. കാരണം മറിയം പരിശുദ്ധാത്മാവിൽ നേരത്തെ നിറഞ്ഞവളാണ്, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ടവളാണ്. മറ്റ് അക്കത്തോലിക്ക സമൂഹങ്ങളിൽ പലതും ചോദ്യം ചെയ്യുന്നത് മാതാവിൻ്റെ സ്ഥാനവും പ്രാധാന്യവും അധികാരവുമാണ്. പന്തോക്കോസ്തായിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് വലിയ സ്ഥാനമാണ് ലഭിക്കുന്നത്. മറിയം ആദ്യത്തെ വിശ്വാസിയും സാക്ഷിയും മധ്യസ്ഥയുമാണ്. അപ്പോൾ ചില അക്കത്തോലിക്ക സഭാ വിഭാഗങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കുന്നു. സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥനായി നിലകൊള്ളുകയാണ്. പിന്നെ എന്തിനാണ് മനുഷ്യൻ്റെ മാധ്യസ്ഥ്യം? ശരിയാണ്, പിതാവായ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ്. എന്നാൽ പരിശുദ്ധ കന്യകാമറിയവും മറ്റു വിശുദ്ധരും വിശുദ്ധ ജീവിതം നയിക്കുന്ന എല്ലാവരും ക്രിസ്തുവിനും മനുഷ്യർക്കുമിടയിലെ അനേകം മധ്യസ്ഥരാണ്. അതിൽ ഒന്നാമത്തേത് പരിശുദ്ധ കന്യകാമറിയമാണ്. ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്ന വഴികാട്ടികളും മാതൃകകളും സഹായകരുമാണ് അവരെല്ലാവരും. സ്വർഗാരോഹണ തിരുനാളിൻ്റെ ആത്മീയ അനുഭവത്തിലൂടെ ജീവിതത്തെ എന്നേക്കും വിശുദ്ധീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ.